പുണ്യ റമദാൻ മാസം വരവായി നാം പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രമേഹ രോഗികൾ നോമ്പെടുക്കുമ്പോൾ ഉണ്ടാകുന്ന 4 പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളിൽപ്പെട്ട ഒന്ന് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയും. അതായത് രക്തത്തിൽ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന ഒരവസ്ഥയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നമാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുമ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണയേക്കാളും കുറയും, അതായത് 100-ൽ താഴെ വരുന്ന ഒരവസ്ഥയാണ്. പ്രധാനമായിട്ടും 14 മണിക്കൂറോളം നാം നോമ്പ് പിടിക്കുമ്പോൾ അത്താഴം കഴിക്കാതിരിക്കുകയോ കഴിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടി വെക്കുകയോ ചെയ്യുന്നത് കാരണം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആരോഗ്യ പ്രശ്നമാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നിർജ്ജലീകരണം. നമ്മൾ പകൽ സമയത്ത് ഒരു 14 മണിക്കൂറോളം നോമ്പെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. നാലാമത്തെ ആരോഗ്യ പ്രശ്നമാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറയുന്നത്. വളരെ മാരകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഷുഗർ ലെവൽ 500-ൽ മുകളിലൊക്കെ പോവുകയാണെങ്കിലും പ്രമേഹ രോഗികളിൽ വരുന്ന ഈ ഒരു അവസ്ഥ. ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി റമദാൻ മാസം നോമ്പ് തുടങ്ങുന്നതിന് 1 മാസം മുമ്പെങ്കിലും പ്രമേഹ രോഗികൾ നിർബന്ധമായിട്ടും നമ്മൾ കാണിക്കുന്ന ഫിസിഷ്യനെയോ എൻഡോക്രൈനോളജിസ്റ്റോ ഡയബറ്റോളജിസ്റ്റിനെയോ കണ്ട് നിങ്ങളുടെ ഷുഗർ പരിശോധിച്ച് അതേപോലെ തന്നെ നിങ്ങളുടെ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ തേടേണ്ടതാണ്.